എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ തേങ്ങ പൊതിക്കാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. അതായത് നമ്മൾ മീൻ കറി വെക്കാൻ നോക്കിയപ്പോഴത്തേക്ക് തേങ്ങ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ കുറച്ച് തേങ്ങ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് കൊണ്ടുവച്ചിട്ട് കുറച്ച് ദിവസം അപ്പോൾ പൊതിക്കാമെന്നുള്ള രീതിയിൽ ആ തേങ്ങയും കൊണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയതായിരുന്നു പൊതിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മുടെ തെങ്ങിൽ നിന്ന് കുറച്ച് തേങ്ങ വീണ് കിടക്കുന്നത് കണ്ടത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് പെറുക്കി എടുത്തുകൊണ്ട് വന്നിട്ട് അപ്പോൾ എല്ലാം കൂടെ പൊതിച്ച് വെച്ചേക്കാമെന്ന് കരുതി. അല്ലെങ്കിൽ പലപ്പോഴായിട്ട് പൊതിക്കുക എന്ന് പറയുന്നത് പാടല്ലേ. അപ്പം ഞാനത്തെ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പൊതിച്ചേക്കാമെന്ന് കരുതി. അപ്പോൾ ഇത് ഇത്തിരി പച്ച തേങ്ങ കേട്ടോ. അപ്പം പെട്ടെന്ന് നമുക്ക് പൊതിച്ചെടുക്കാൻ പറ്റും. ഞാൻ തേങ്ങ പൊതിക്കാവുന്ന കാര്യം പൊതിക്കുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കുക അതൊക്കെ ചെയ്യാൻ അറിയാവുമെന്ന്. ഞാൻ വീട്ടിൽ ആയിരുന്നപ്പോൾ തന്നെ തേങ്ങയൊക്കെ പൊതിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാനും സാധ്യതയുണ്ട്, പാരയല്ലേ. അപ്പം അതുകൊണ്ട് തേങ്ങയെല്ലാം വേഗം പൊതിച്ചെടുക്കാം കേട്ടോ. വീട്ടിൽ നിന്ന് തന്ന തേങ്ങ നല്ല ഉണക്ക തേങ്ങയായിരുന്നു. അതും അത്യാവശ്യം പെട്ടെന്ന് തന്നെ പൊളിക്കാമായിരുന്നു. ചില തേങ്ങകൾ മാത്രം കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഭയങ്കര ടഫായിരിക്കും പൊതിച്ചെടുക്കാനായിട്ട്, വലിച്ചാൽ അങ്ങോട്ട് നന്നായിട്ട് വരികയില്ല. അപ്പോൾ ഇതെന്തായാലും പെട്ടെന്ന് പൊതിക്കാൻ പറ്റിയ തേങ്ങകളായിരുന്നു കേട്ടോ. എന്തായാലും വീട്ടിൽ നിന്ന് അമ്മ തേങ്ങ തന്നു വിട്ടപ്പോഴേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊണ്ടെല്ലാം തിരിക്കൊണ്ട് തരണം എന്നുള്ളത്. നമ്മളിവിടെ അടുപ്പിൽ കത്തിക്കാറില്ല കേട്ടോ. അത് കാരണം നമുക്ക് ഈ തൊണ്ടിൻ്റെ ആവശ്യവുമില്ല, എല്ലാം വേസ്റ്റായി പോകത്തേ ഉള്ളൂ. ഞാൻ തൊണ്ട് ഇതുപോലെ ചിരട്ടയൊക്കെ വരുന്ന സമയത്ത് അതെല്ലാം ഒരു കവറിൽ തന്നെ ആക്കി വയ്ക്കും. എന്നിട്ട് വീട്ടിൽ പോകുമ്പോഴത്തേക്ക് അത് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കും. ഇപ്പം എന്തായാലും വിറകിൻ്റെ ആവശ്യം കുറച്ച് കൂടുതലുള്ള ടൈമാണ്. അവളെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം മറ്റേ ഏത് വെള്ളവും കാര്യങ്ങളൊക്കെ തിളപ്പിക്കണമെങ്കിൽ ഒന്ന് തീ പിടിച്ച് കെട്ടാനായിട്ടാണെങ്കിൽ തന്നെയും നമുക്ക് വിറകിനോടൊപ്പം വെക്കാൻ പറ്റിയൊരു സാധനമാണ് തൊണ്ട് ചിരട്ട എന്നൊക്കെ പറയുന്നത്. അത് കാരണം ഞാനതെല്ലാം വേഗം കവറിലേക്ക് മാറ്റി. കുറച്ച് നമ്മുടെ തെങ്ങിൽ നിന്ന് വീണ കുറച്ച് പച്ചത്തൊണ്ടുണ്ടായിരുന്നു, അത് സെപ്പറേറ്റ് ഒരു കവറിലേക്ക് മാറ്റി വെച്ചു. അതെന്തായാലും ഉണക്കിയെടുത്തെങ്കിൽ കത്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അതെല്ലാം കവറിലേക്ക് ആക്കി വെച്ചു. എന്നിട്ട് പോയി റെഡിയായിട്ട് വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പം ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാം എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇന്ന് പോകുമ്പോഴത്തേക്ക് രാവിലെ അതും എല്ലാമായിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് അവളെ കാണാനായിട്ട് രണ്ടുപേർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പിന്നെ അതുമായിട്ട് ഇങ്ങനെ ബിസി ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെന്ന ഉടനെ ആ നനഞ്ഞ തൊണ്ടെല്ലാം വെയിലത്തേക്കിട്ട് ഒന്ന് ഇട്ട് വെച്ചോ, അപ്പം പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അങ്ങനെ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് നേരം വാതിൽക്കൽ തന്നെ അങ്ങ് ഇരുന്നു കേട്ടോ. അപ്പം ആമിക്ക് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുപ്പിനൊപ്പം മൈലാഞ്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അവളെ കൊണ്ട് ഇടിയിപ്പിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം എടുത്തുകൊണ്ടാട്ടോ വന്നത്. അങ്ങനെ മൈലാഞ്ചിയും ഒക്കെ എടുത്ത് അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് ഇടുക കേട്ടോ. അപ്പം നമ്മൾ ഇട്ട് കൊടുത്തൊന്നും അവൾക്ക് ഇഷ്ടപ്പെടുകയില്ല. അപ്പം അതിനെ നന്നായിട്ട് വരയ്ക്കുന്നത് കാരണം മൈലാഞ്ചിയൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുമെന്ന് കരുതി അതും എല്ലാം കൂടെ എടുത്തുകൊണ്ടാട്ടോ അവൾ വന്നിട്ടുണ്ടായിരുന്നത്.
അമ്മയ്ക്ക് ചോറെല്ലാം കൊടുത്തതിന് ശേഷം കേട്ടോ ലാസ്റ്റ് ഞാനും അമ്മയും കൂടെ ഇരുന്ന് ചോറ് കഴിക്കുകയാണ്. അപ്പം എല്ലാവരും ചോറെല്ലാം കഴിച്ചു. പിന്നെ ഞങ്ങൾ ചോറെല്ലാം കഴിച്ചിട്ട് ഇത്തിരി ലേറ്റായിട്ടോ, അപ്പോൾ വിശന്നിരുന്നത് കാരണം ഞാൻ അങ്ങോട്ട് നന്നായിട്ട് ഫുഡ് അങ്ങ് തട്ടുകയാണ്. അങ്ങനെയുള്ള ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ക്യൂടെക്സ് ഇട്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ക്യൂടെക്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിൽ നിന്ന് 3-2 കളറൊക്കെ സെലക്ട് ചെയ്തിട്ട് കയ്യിലും കാലിലും ഒക്കെ ഇട്ട് കൊടുത്തു. 9 മന്ത് സ്റ്റാർട്ട് ചെയ്ത് കാരണം പാടൊരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ട്, വയ്യാഴികയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇപ്പം ഇനിയിപ്പം 2 ആഴ്ചയും കൂടെ ഒക്കെ ചിലപ്പോൾ കാണുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്ക് വല്ലാത്ത മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഹോസ്പിറ്റൽ ബാഗൊക്കെ നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ച്, പിന്നെ കുറച്ച് ഇതുപോലെ വൈറ്റ് ക്ലോത്ത് കട്ട് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും കൂടെ അതെല്ലാം ഒന്ന് മുറിച്ച് ബാഗിലേക്ക് ഒന്ന് ആക്കി വെച്ചു കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചായയെല്ലാം കുടിച്ചിട്ട് വൈകുന്നേരം പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വൈകുന്നേരം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങും കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.